ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. വെജിറ്റബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് സവോള. ഞാൻ സവോള വിത്ത് നട്ട് വളർത്തി സവോള വിളവെടുക്കുന്ന രീതി നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് സവോളയുടെ വിത്താണ്. ഈ സവോള വിത്ത് പാകുന്നതിനായിട്ട് നമുക്ക് ആദ്യം കുതിർത്തെടുക്കണം. ഒരു ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് സവോളയുടെ വിത്ത് ഇട്ട് വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് കിഴി കെട്ടി വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. ഇത് നമുക്ക് കുതിർന്നു വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ സവോളയുടെ വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കിഴി കെട്ടി വെക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് മാറ്റി ഇപ്പോൾ ഞാൻ തുണിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി കെട്ടാം. ഇതുപോലെ കിഴി കെട്ടി വെച്ചാൽ മതി. നമുക്കൊരു 3 ദിവസത്തേന് ഇതുപോലെ മാറ്റി വെക്കണം. കിഴി കെട്ടി വെക്കുമ്പോൾ എപ്പോഴും വിത്ത് ഈർപ്പമുള്ളതായിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കണം. 1-2 പ്രാവശ്യം വിത്തിന് വെള്ളം നനച്ചു കൊടുക്കണം. അപ്പം നമുക്കിത് കിളിർത്ത് വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കിഴി കെട്ടി വെച്ചിരിക്കുന്ന വിത്തിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സവോള വിത്ത് കിഴി കെട്ടി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി തുറന്നു നോക്കാം. സവോളയുടെ വിത്ത് കിളിർത്ത് വന്നിട്ടുണ്ട്. ഈ വെളുത്ത് കാണുന്നതെല്ലാം സവോള കിളിർത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നട്ടുവയ്ക്കാം. കിളിർത്ത് വന്ന സവോള വിത്ത് നമുക്കിനി നട്ടുവയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ല ഹോളുള്ള പാത്രമാണ്. അതിന് മേലെ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക് ഹോളിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ കെട്ടി നിൽക്കാതെ പോകാൻ വേണ്ടി. അപ്പം അതിനകത്ത് നിറച്ച് ഞാൻ മണ്ണെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പാത്രത്തിൽ നമ്മൾ നടുമ്പോൾ നമുക്ക് ഒരു 5-6 വിത്ത് നമുക്കിതിനകത്ത് നടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പാത്രം എടുത്തത്. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ജൈവവളവും കൂടെ ചേർത്താണ് ഞാൻ മണ്ണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ വിത്ത് കിളിർത്ത് വന്നിരിക്കുന്ന ഈ വിത്ത് നമുക്ക് നട്ടുവയ്ക്കാം. ഇനി നമുക്ക് ഈ വിത്ത് നട്ടുവയ്ക്കാം. ഈ അകലത്തിൽ നട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇനി പറിച്ചു നടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഒരു വിത്ത് വീതം 1-2 വിത്ത് വീതം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ കിളിർത്ത വിത്തായതുകൊണ്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 6
ഉള്ളിയാണ് നട്ടേക്കുന്നത്. ഇനി നമുക്കിത് പറിച്ച് നടേണ്ട ആവശ്യമില്ല. നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ തളിച്ചാണ് കൊടുക്കുന്നത്. കുറേ ഏറെ വെള്ളം ചെല്ലുമെങ്കിൽ ഒരു പ്രാവശ്യം തളിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് വളർന്നു വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ 2 പ്ലാസ്റ്റിക് പാത്രത്തിലും ഉള്ളിവിത്ത് പാകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നട്ടത് കിളിർത്ത വിത്താണ്. ഇനി നമുക്കിത് വളരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. കിളിർത്ത വിത്ത് നട്ടുവെച്ചിട്ട് 5 ദിവസമായിട്ടുണ്ട്. സവോള തൈകൾ കാണാം. നട്ട വിത്തെല്ലാം തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കിഴി കെട്ടിവെച്ച് കിളിർപ്പിച്ചിട്ട് വിത്തിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മുളച്ച് പൊങ്ങി. നമ്മൾ സവോളയുടെ വിത്ത് പാകി വെച്ചിരുന്നതാണിത്. ഇപ്പോൾ ഇത്രത്തോളം സവോള തൈ വളർന്നിട്ടുണ്ട്. നമ്മുടെ സവോള ഉള്ളി നട്ടിട്ട് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൈ നോക്കാം. തൈ എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ ചുവട് ഇളക്കി പിന്നെയും വളം ഇട്ട് കൊടുക്കണം. വളം നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നല്ല ഉള്ളി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ചെടി 1 മാസമായിട്ടുണ്ട്. വീണ്ടും നമുക്ക് വളരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ തൈകൾ 2 മാസമായിട്ടുള്ള തൈകളാണ്. ഈ തൈകൾ 3 മാസമായിട്ടുള്ള തൈയാണ്. സവോള ചെടിയുടെ മണ്ണോട് ചേർന്ന ഭാഗം നമുക്ക് നോക്കാം. അല്പം കട്ടി കൂടി വന്നിട്ടുണ്ട്. ഇലകൾ മേൽപോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ? ചെടിയുടെ ചുവട്ടിൽ സവോള ഉണ്ടാകുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 3.5 മാസമായിട്ടുള്ള ചെടിയാണ്. നമുക്ക് അല്പം മണ്ണ് മാറ്റി നോക്കാം സവോള ഉണ്ടോ എന്ന്. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു, മണ്ണ് മാറി വരുന്നതിനായിട്ട്, നനവ് ഉണ്ടാകാൻ വേണ്ടി. അതാണ് ഈ വെള്ളം ഇതിങ്ങനെ കിടക്കുന്നത്, ഈ ചെളി. നോക്ക്, സവോള ഇരിക്കുന്നത് കണ്ടോ? നമ്മൾ നന്നായിട്ട് വളവും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. ഇളകിയ മണ്ണും വളവും വെള്ളവുമാണ് ഈ ചെടിക്ക് വേണ്ടത്. അപ്പോൾ നല്ല സവോള നമുക്ക് കിട്ടും. ഇപ്പോൾ 3.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സവോള നോക്കാം എത്രത്തോളം വളർന്നെന്ന്. കണ്ടോ? ചെടികളുടെ ചുവട്ടിൽ സവോള ഇരിക്കുന്നത് കാണാം. ഇനിയും സവോള വളരാനുണ്ട്. ഇത് 3.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാ ചെടിയും ഇപ്പോൾ പറിച്ചെടുക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് സവോള വളരുന്നതെന്ന്. ഇത് കണ്ടോ? ഈ സവോളയുടെ തണ്ട് കണ്ടോ? സവോള ഇല ഉണങ്ങിയിട്ടില്ല. സവോള ഇല നന്നായിട്ട് ഉണങ്ങുമ്പോൾ മാത്രമേ സവോള പാകമായിട്ട് വരികയുള്ളൂ. അപ്പോൾ സവോളയുടെ ഇല ഇതുപോലെ നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റും സവോള പാകമായിട്ടില്ലെന്ന്. 3.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചെടികളെല്ലാം തന്നെ പറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സവോളയുടെ, അതായത് ഇതെങ്ങനെയാണ് വളരുന്നതെന്നും അതിൻ്റെ തണ്ട്, അതിൻ്റെ വേര്, ഇത് എത്ര മാസമാകുമ്പോഴാണ് ഇതിങ്ങനെ വളർന്നു വരുന്നതെന്നും എല്ലാം നമുക്ക് നോക്കാം. ഞാൻ ഈ ചെടികളെല്ലാം തന്നെ ഇപ്പോൾ പറിച്ചെടുത്തു. ഈ ചെടി കണ്ടോ? ഇതിൽ സവോള ഉണ്ടായി വന്നിട്ടില്ല. ഈ കട്ടിയായ ഭാഗം, അതായത് ഈ ചെടിയുടെ
വേരിന്, അതായത് അല്പം വേരിൻ്റെ മേലെയായി നിൽക്കുന്ന കട്ടിയുള്ള ഭാഗത്താണ് സവോള വളർന്ന് വലുതായി വരുന്നത്. ഈ സവോളയുടെ ചെടി നമുക്ക് നോക്കാം. ഇത് വെള്ള സവോളയുടെ ചെടിയാണ്. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗവും അതായത് സവോള വളർന്നു വരുന്ന തണ്ട് കട്ടിയായിട്ടിരിക്കുന്നു. ഇതും ഇനി ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോഴേ ഇതിൽ സവോള വലുതായി വരുള്ളൂ. ഈ ഭാഗത്താണ് സവോള ഉണ്ടായി വരുന്നത്. ഈ സവോള ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചുവട്ടിൽ അല്പം വേരേ ഉള്ളൂ. ഈ വേരിൻ്റെ മേൽഭാഗത്താണ് സവോള ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്കൊക്കെ സവോള കിട്ടുമ്പോൾ സവോളയുടെ വേര് കാണാം ആ സവോളയുടെ ചുവട്ടിലായിട്ട്. ഇങ്ങനെയാണ് സവോള ഇരിക്കുന്നത്. പിന്നെ പാകമാകുന്നത് ഇതിൻ്റെ ഇലയെല്ലാം ഉണങ്ങി വരണം. ഇല ഉണങ്ങി വരുമ്പോഴാണ് ഇത് പാകമായി വരുന്നത്. സവോള പറിച്ചെടുക്കുന്നതിനുള്ള സമയമാകുന്നത്. പച്ച ഇല ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനിയും 1.5 മാസം കൂടെ, ഇപ്പോൾ ഇത് 3.5 മാസം കഴിഞ്ഞ സവോളയാണ്. ഇനിയും 1.5 മാസം കൂടെ കഴിയുമ്പോൾ മാത്രമേ ഇത് റെഡി ആയിട്ട് വരികയുള്ളൂ സവോള. ഈ സവോള പറിച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുത്താണ് സവോള റെഡിയായി നമുക്ക് കിട്ടുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള സവോള നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് വളർന്നു തുടങ്ങിയിട്ടുള്ള ചെടികളും എല്ലാം എടുക്കാം. 4.5 മാസം കഴിയുമ്പോഴേക്കുമാണ് ഈ സവോളയുടെ വിളവെടുക്കുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ ഇലയെല്ലാം ഉണങ്ങി വരും. അത് പറിച്ചെടുക്കാൻ പാകമായെന്ന് നമുക്കറിയാൻ പറ്റും. സവോള ചെടിയിൽ നിന്നുള്ള പൂവിൽ നിന്നാണ് വിത്തെടുത്ത് സവോള കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സവോള എടുത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയില അല്ലെങ്കിൽ സവോളയില അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കെല്ലാവർക്കും വീട്ടിൽ ബാൽക്കണിയിലും ഒക്കെ വെച്ച് നമുക്കിതുപോലെ ഉള്ള പാത്രങ്ങളിൽ മണ്ണ് നിറച്ച്, അധികം മണ്ണൊന്നും വേണ്ട, മണ്ണ് നിറച്ച് നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു വെജിറ്റബിളാണ് സവോള. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സവോള വിത്ത് പാകി കിളിർപ്പിച്ചെടുത്ത് സവോള തയ്യാറാക്കിയെടുക്കുന്നത്. മഴ കുറഞ്ഞ കാലാവസ്ഥയാണ് ഈ വെജിറ്റബിളിന് ഏറ്റവും പറ്റിയത്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്കിപ്പം ബാൽക്കണിയിലൊക്കെ അധികം മണ്ണൊന്നും വേണ്ട നമുക്കിത് നട്ടു വളർത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ നട്ടു വളർത്തിയതുപോലെ നിങ്ങൾക്കും ഇത് നട്ടു വളർത്തിയെടുക്കാവുന്ന ഒരു വെജിറ്റബിളാണ്. സ്പ്രിംഗ് ഒണിയന് വേണ്ടി നമ്മൾ സവോളയാണ് വയ്ക്കേണ്ടത്. സ്പ്രിംഗ് ഒണിയൻ അതായത് ഉള്ളിയിലേക്കാണ് നമ്മൾ ഉള്ളി വയ്ക്കുന്നത്. നമ്മൾ സവോള വളർത്തിയെടുക്കണമെങ്കിൽ വിത്ത് തന്നെ പാകിയാണ് എടുക്കേണ്ടത്. ഇതുപോലെയാണ് സവോള വളർത്തിയെടുക്കുന്നത്. നല്ല സ്ട്രോങ് തൈയാണെങ്കിൽ നല്ല വലുതായിട്ടുള്ള സവോള നമുക്ക് കിട്ടും. ചെറിയ തൈയാണെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ സവോളയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ 3 മാസം കഴിയുമ്പോഴേക്കും സവോളയുടെ ചുവട് ഭാഗം, അതായത് മണ്ണിനോട് ചേർന്ന ഭാഗം നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ സവോള റെഡിയായിട്ട് വരും ചെറുതായിട്ട്. അങ്ങനെയാണ് 4.5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് സവോള കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്